അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളരിക്ക വെച്ചിട്ടൊരു ചെറിയൊരു പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വെള്ളരിക്ക നമ്മൾ ചെറുതായിട്ട് മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നാടൻ വെള്ളരിക്കയാണ്. ഇത് അത്യാവശ്യം കിരുന്ന വെള്ളരിക്കാണ്. ഒത്തിരി പഴുത്തു പോകാത്ത ഇതാണ് മറ്റേ നമ്മുടെ കണിയൊക്കെ വെക്കുന്ന ടൈപ്പ് ഉണ്ട്. പിന്നെ അതിന് കൂടെ നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് തേങ്ങയും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മല്ലി മുഴുവൻ മല്ലിയാണ്. മുഴുവൻ മല്ലി, പിന്നെ ജീരകം, 2 ഉണക്ക നമ്മുടെ വറ്റൽ മുളക്. അപ്പൊ നമുക്ക് ആദ്യമേ ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ട് ഇതായിട്ട് പോകണ്ട, മീഡിയം രീതിയിൽ ഒന്ന് ചതച്ചെടുക്കാം. അപ്പൊ നമുക്ക് അത് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോഴേ നമ്മുടെ തേങ്ങയും മസാല നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ വേണം അരച്ചെടുക്കുക. ഒരുപാട് അരഞ്ഞു പോകണ്ട, ഒരു മീഡിയം രീതിയിൽ നമ്മൾ ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അതെ. അപ്പൊ നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ആവശ്യത്തിന് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ എണ്ണ ചൂടായി. പിന്നെ ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവേ. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ സാധാരണ സൺഫ്ലവറോ എന്ത് വേണം ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ കടുക് ഒന്ന് പൊട്ടി എന്നാ നല്ല അടിപൊളിയായിട്ട് ചൂടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെള്ളരിക്ക ചേർത്ത് കൊടുക്കാവേ. അതെ, ഒത്തിരി അങ്ങ് ചെറുതായി പോകരുത്. വെള്ളരിക്ക അരിയുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മുടെ മെഴുക്കുവരട്ടിക്കൊക്കെ അരിയുന്ന ആ ഒരു രീതിയിൽ അരിയാൽ മതി. ഇനി ഇച്ചിരി പഴുത്ത വെള്ളരിക്കയാണെങ്കിൽ കട്ടി ഇച്ചിരി കൂട്ടി അരിയണേ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് വെന്ത് ഉടഞ്ഞങ്ങ് പോകത്തില്ലേ. അതുകൊണ്ട് ഇച്ചിരി പിഞ്ച് ആയിട്ടുള്ള വെള്ളരിക്കയാണെങ്കിൽ കുറെ കൂടെ നന്നായിരിക്കും. അപ്പൊ അത് നോക്കി സെലക്ട് ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും. അപ്പൊ നമ്മള് ഇതിന്റെ കൂടെ കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു 2 കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയും മല്ലിയും ജീരകവും വറ്റൽമുളകും അതുകൂടെ അവിടെ ചേർക്കുക. അതിന്റെ കൂടെ നമുക്ക് ഇത് വളരെ വേഗം തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ്. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ഇടുന്നത് നമ്മുടെ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ശക്കല 1 ടീസ്പൂണ് നമ്മുടെ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് കൂടെ ചേർക്കും. അത്യാവശ്യം നമ്മൾ മറ്റേ വറ്റൽമുളക് ചേർത്താണ്. എന്നാലും നമുക്കൊരു നിറത്തിനും അപ്പൊ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. പിന്നെ നമ്മൾ ചേർക്കുന്ന വറ്റൽമുളകിന്റെ എരി അനുസരിച്ചിട്ട് വേണം മുളക് പൊടി ചേർക്കാന്. ചില വറ്റലിന് ഭയങ്കര എരിയായിരിക്കും. അപ്പൊ യോജിപ്പിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ 1 ടേബിൾ സ്പൂണ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവേ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ ഉപ്പും മുളകും എല്ലാം എല്ലായിടത്തും പിടിക്കണം. നമ്മള് സാധാരണ നമ്മുടെ ഈ വെള്ളരിക്ക വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കും, ഒഴിച്ചുകറി ഉണ്ടാക്കും, മോര് കാച്ചുമ്പോ അതിനകത്ത് ചേർക്കും. ഇതൊരു വ്യത്യസ്തമായ ഒരു കറിയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. അതല്ലേ, ഒരു വ്യത്യസ്തമായ മെഴുക്ക് വരട്ടിയോ തോരനോ എന്നൊക്കെ വേണമെങ്കിലും പക്ഷെ സംഭവം നല്ല ടേസ്റ്റ് ആണ്. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടണം. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ചെറിയ തീയിൽ കേട്ടോ. ഇത് പെട്ടെന്ന് വെള്ളരിക്കാരുടെ വേവ് നമുക്ക് അറിയാമല്ലോ, വേഗം. അപ്പൊ അതുകൊണ്ട് ഒരു മിനിറ്റ് അല്ലെ 2 മിനിറ്റ് മാക്സിമം ആ വെള്ളരിക്കയുടെ മൂപ്പിനനുസരിച്ച് ഇതെല്ലാത്തിലും ഒന്ന് നമ്മൾ ചേർത്ത ഇതെല്ലാം ഒന്ന് പറ്റുന്ന രീതിയിൽ നമുക്ക് അദ്ദേഹമൊക്കെ അങ്ങ് ഇട്ടേക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഇളക്കി തുറന്നു. അപ്പോഴേ ഇപ്പൊ ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞപ്പോ നമുക്കിനി നമ്മുടെ സംഭവം തുറന്നു നോക്കാം. റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ടല്ലേ, നല്ലൊരു മണമാണ് കേട്ടോ. ഇതേ ഒരുപാടങ്ങ് നമുക്ക് എന്താ പറയുന്നത് എന്ത് കുഴയേണ്ട കാര്യമില്ല. കാരണം നമ്മള് വെള്ളരിക്ക പച്ചക്ക് കഴിക്കുന്ന ഒരു സംഭവം, സലാഡൊക്കെ ഉണ്ടാക്കി. അതുകൊണ്ട് എന്തൊക്കെ കുഴയേണ്ട കാര്യമില്ല. ഒരു വെറൈറ്റി മണമാണ് കേട്ടോ ഇത്. അപ്പൊ ഇത് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാരും. നമ്മള് എല്ലായ്പ്പോഴും ഒരേ രീതിയിൽ തന്നെ വെള്ളരിക്ക ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഈ ഒരു രീതിയിലൊന്ന് വെള്ളരിക്ക എപ്പോ മേടിച്ചാലും ഒന്നെങ്കിൽ പച്ചടി അല്ലെങ്കിൽ പിന്നെ കുറച്ച് പച്ചക്ക് എടുത്ത് തിന്നും. ഇതൊക്കെയാണ് നമ്മള് സാധാരണ അത്രയുള്ള സംഭവം. അപ്പൊ ഇത് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇച്ചിരി കിരുന്ന് വെള്ളരിക്ക ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോ കുഴഞ്ഞു പോകാൻ സാധ്യത. നമുക്ക് സ്റ്റൗവിനെ നിർത്തിയേക്കാം. അപ്പം നല്ല എന്താ പറയുക വെള്ളരിക്ക. ഇപ്പൊ വെള്ളരിക്ക സീസൺ അല്ലേ, വെള്ളരിക്ക കിട്ടുമല്ലോ. വെള്ളരിക്ക അത് തന്നെ കിട്ടുമ്പോ എന്തായാലും നമ്മളെപ്പോഴും ചെയ്യുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഒന്ന് മാറ്റി പിടിക്കുക. അപ്പൊ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ വേറെ രീതിയിലൊക്കെ വെള്ളരിക്കയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് കമന്റ് ചെയ്തോ കേട്ടോ. ഇതുപോലെ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്കറിയാമല്ലോ ആരൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. നമ്മളിപ്പോ
വേറെ ആരും കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോ മറ്റേ ആൾക്കാരൊക്കെ വീട്ടിൽ എന്നും ഉണ്ടാക്കുന്നതാണെങ്കിലും നമ്മള് ചമ്മിപ്പോകും. അപ്പൊ ഒന്ന് ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം കേട്ടോ. അപ്പൊ പിന്നെ നമ്മള് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവര് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൊക്കെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കിയൊക്കെ നിർത്തിക്കണേ കേട്ടോ. പിന്നെ അറിയാൻ മേലാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ അപ്പൊ നമുക്ക് അടുത്ത ഒരു വ്യത്യസ്തമായ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.